എന്റെ മുന്നേ പറയണ്ട എല്ലായിരുന്നു. ആണോന്നോ അന്ന് എന്തായിരുന്നു അവിടെ. എന്താ അങ്ങനെ ചിരിച്ചാ? നാട്ടുകാരെന്ത് പറയാനാ? എന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അതിന് കല്യാണം കഴിഞ്ഞാ എന്തു ആവുന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത്. അതെന്താ അങ്ങനെ? ആ പണ്ടേ ഈ നിക്കുന്ന എന്റെ അമ്മ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അപ്പൊ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ മനസ്സിലായല്ലോ, മിണ്ടാപ്പൂച്ചകളെ കലോടയ്ക്കും. ഇതെന്നാ ഫോൺ അടിക്കുന്നുണ്ടോ? അത് അവള് ചിരിക്കുന്നതാ. ആ മിണ്ടുന്ന പൂച്ചയും കല ഉടയ്ക്കും. എന്നതാ അടിയത്? എന്നാ സൗണ്ട് അടിയത്? ഒരു പെണ്ണി വീട്ടിലുണ്ടെന്ന് ആരും അറിയരുത്. എന്നാ അമ്മ, എനിക്ക് എന്റെ വീട്ടിലൊന്നും ചിരിക്കാൻ മേലേ? വേണ്ട, ചിരിക്കണ്ട, ഇങ്ങനെ കിടന്ന് ചിരിക്കണ്ട. എന്റെ ദൈവമേ, നിന്നെയൊക്കെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് നെഞ്ചത്താതിയാ. ഓ അപ്പൊ കെട്ടിക്കഴിഞ്ഞല്ലാവോ? കെട്ടിക്കഴിഞ്ഞാൽ നീ എന്നാ വേണേലും കാണിക്കേ, എനിക്ക് ഒരു കുഴപ്പമില്ല. ആ പുത്തമ്പണ്ണും ചെറുക്കനോടെ എങ്ങോട്ടാ? ഞങ്ങള് തറവാട് വരെ ഒന്ന് പോവാ. മോൻ എവിടെയാ വർക്ക് ചെയ്യുന്നു? ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലാ. ബാംഗ്ലൂരോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? നീ എന്താ അങ്ങനെ പറഞ്ഞു? അതെ, പണ്ട് ഒരു ബർത്ത്ഡേ കാലം ഉണ്ടായിരുന്നു. അവൾക്ക് ഈ ബാംഗ്ലൂരിലും ചെന്നൈയിലൊക്കെ പോയി പഠിക്കണമെന്ന്. എനിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമില്ല. ഇനി അവിടെയൊക്കെ പോയിട്ട് എങ്ങനെയാവുമെന്ന് ആർക്കറിയാം. ആ പെണ്ണുങ്ങളെ എവിടെയൊക്കെ നിർത്തി പഠിപ്പിച്ചാൽ മതിയെന്നേ. ആ ബർത്ത്ഡേക്കാരി വന്നല്ലോ. ഇതെന്നതാടേ ഇത്? ബർത്ത്ഡേ ഗിഫ്റ്റാ. നല്ല ഡ്രസ്സാ. മോളിപ്പോഴേ ബാംഗ്ലൂർ പോകാൻ പ്രിപ്പയർ ചെയ്തിരിക്കുക അല്ലേ ആനി? മനുഷ്യനെ നാണം കെടുത്താനുണ്ടായ ജന്മം. ഇതാണോ നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്? തള്ള ജീവിച്ചിരുന്നാലല്ലേ ഇതൊക്കെ കാണേണ്ടി വരത്തുള്ളൂ. ശരിയാക്കി തരാം, നീ വീട്ടിലോട്ടോ. എന്തായാലും ഞാൻ ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വളർത്തു ദോഷാന്നല്ലേ പറയത്തുള്ളൂ. അമ്മേ പാല് പറഞ്ഞേ. അമ്മേ അമ്മേ പാല് പറഞ്ഞേ. അമ്മേ നിനക്ക് ഇതെന്നതാ അമ്മേ? എന്തെങ്കിലും പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ പോകുന്നത്? ഞാൻ അമ്മ പറഞ്ഞ പോലെ നടന്നോളാം, നീ ഇതൊക്കെ മാറ്റിക്കോളാം. തുണി മടക്കാൻ നന്നായി. അയ്യോ, അതെ, അവിടെ നമ്മുടെ അപ്പച്ചന്റെ ചേട്ടന്റെ വീട്ടിലും കൂടെ ഒന്ന് പോണം. ഈ ഒരു ദിവസം തന്നെ എല്ലായിടത്തും പോണമെന്നുണ്ടോ? എടി, നിങ്ങൾ ഇവിടെ കയറിയിട്ട് ഇനി അവിടെ ചെന്നില്ലെങ്കിൽ ഓരോന്ന് പറയും. വാ, നമുക്ക് പോയി കണ്ടിട്ട് എന്തായാലും പോവാം. അതെ, ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് വരുന്നുണ്ടേ, എനിക്ക് പോകണമെന്നുണ്ട്. എന്നാ ഹണിമൂൺ പാക്കേജ് ആണോ? അല്ല അമ്മ, ഈ പരിചയമില്ലാത്ത ആളുകളുടെ കൂടെയൊക്കെ യാത്ര പോകുന്നത്. എന്നാ അമ്മേ? എന്നതാടി നീ പറയുന്നേ? നിന്നെ ഞാൻ ഇങ്ങനെയാണോ വളർത്തിയത്? പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നീ പോകാൻ വേണ്ടിയിട്ട്? കെട്ടിക്കഴിഞ്ഞിട്ട് നീ എന്തിനാടി അറിയാൻ മേലാത്ത ആൾക്കാരുടെ കൂടെ പോകാൻ നിൽക്കുന്നത്? അമ്മ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അവൾക്ക് ഇഷ്ടമാണ്, പോട്ടെ. അമ്മ എന്നെ എങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നെന്ന് അറിയാവോ? എന്നാ ഉഷ ഇവിടെ നിൽക്കുന്നത്? അത് ഞാൻ മോളെ നോക്കി നിൽക്കുമോ. ഇത്ര നേരമായിട്ട് വന്നില്ല. എനിക്ക് അവളെയും കൂട്ടി ഒരിടം വരെ പോകണമായിരുന്നു. മോള് ഒരു ബൈക്കുകാരനുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇവിടെയൊന്നുമുള്ള പയ്യനൊന്നും അല്ല. അമ്മ എങ്ങോട്ട് പോവാ? ഞാൻ നിന്നെ നോക്കി വരുമായിരുന്നു. ഏതവനോടാടി നീ സംസാരിച്ചോണ്ടിരുന്നേ? ഓ, കറക്റ്റായിട്ട് ഇവിടെ എത്തി. അതൊക്കെ ഞാൻ അറിയും. നീ ഒന്ന് അനങ്ങിയാലേ എനിക്കിവിടെ അറിയാൻ പറ്റും. ഏതവനാടി അവൻ? എന്നോടൊരു ചെറുക്കൻ വഴി ചോദിച്ചതാ. വഴി ചോദിച്ചെന്നോ? ചിരിച്ചും കളിച്ചാണോടി അവനോടൊക്കെ വഴി പറഞ്ഞു കൊടുക്കുന്നേ? പിന്നെ എങ്ങനെ കുത്തി വീർത്തോണ്ടാണോ വഴി പറഞ്ഞു കൊടുക്കേണ്ടത്? നീ എന്നോട് ചോദിച്ചേ. അവൻ ചോദിച്ച പോലെ വഴി നീ എന്നോടൊന്ന് ചോദിച്ചേ. MC റോഡിലോട്ട് ഇറങ്ങുന്ന വഴി എവിടെയാന്നാ ചോദിച്ചത്. നേരെ റൈറ്റ്, താഴോട്ട് MC റോഡ്. ഓക്കെ, ഇനി തൊട്ട് അങ്ങനെ പറയാം.
എൻ്റെ അമ്മ അതൊക്കെ അന്നത്തെ കാലം. ഇപ്പൊ ഇവക്ക് പോകാൻ ഇഷ്ടമാണ്, പോട്ടെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ചുമ്മാ ഓരോ ചെറുക്കന്മാർ വായി നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ സൗന്ദര്യം ആസ്വദിക്കാൻ ഉള്ളതല്ലേ. ഞാനൊക്കെ എത്രയോ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ മോളുടെ കാര്യം കട്ട പോകുകയായല്ലോ. ഇതെന്നാ മോളെ ഇവിടെ നിൽക്കുന്നേ? വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഭർത്താവിൻ്റെ കൂടെ. ആ നീ എന്താ വിളിക്കെടുത്ത് അങ്ങനെ പറഞ്ഞു? ഈ നാട്ടിലൊരു ചെറിയ കീടാണു പോയത്. പോകുന്ന വഴിക്ക് എനിക്ക് ഈ ഫോണിന്റെ കവർ ഒന്ന് മാറണേ. നമുക്ക് അതിലെ കയറിപ്പോ. എന്നാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ചെന്നിട്ട് വേണം ഇനി ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ. നമുക്ക് ആ പോണ വഴിക്കെല്ലാം കഴിച്ചിട്ടും കൂടെ പോരാമേ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. പുറത്തുനിന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ അതന്നെ. പുറത്തുനിന്ന് കഴിച്ചാലേ ക്യാൻസർ വരും. ക്യാൻസറോ? അത് കുടിക്കണ്ട, ക്യാൻസർ വരും. വാട്സപ്പിൽ കണ്ടായിരുന്നു. ദേ, പുറത്തുനിന്നുള്ള തീറ്റ നിർത്തിക്കോണം. ഞാൻ എൻ്റെ കുടുംബത്തെ അനുവദിക്കത്തില്ല. അയ്യോ, നിന്റെ അമ്മ അത്രയും ടെററായിരുന്നു? ടെററാണോന്നോ, സൈക്കോ ആയിരുന്നു അമ്മ. സൈക്കോ. ഇടം വലം തിരിക്കാൻ സമ്മതിക്കത്തില്ല. അതിനൊപ്പം നിൽക്കുന്ന നാട്ടുകാരും ബന്ധുക്കാരും. കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ശ്വാസം വിടുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അമ്മനെ നല്ല നൈസായിട്ട് അങ്ങ് ചൊറിയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിച്ചാലോ? എനിക്ക് എന്തോ തല ഇറങ്ങുന്ന പോലെ. നമുക്ക് കുടിക്കാം. അവക്ക് വിശേഷം ഉണ്ടെന്നോ? അയ്യോ മാതാവ് എന്റെ പ്രാർത്ഥന കേട്ടു. അവക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ ഇങ്ങ് കൊണ്ടുപോരെ, ഞാൻ നോക്കിക്കോളാം. അയ്യോ എവിടെ? ഞാനൊന്ന് കാണട്ടെ. അയ്യോ മോളെ, പതിയെ പതിയെ പതിയെ. അയ്യോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ പിള്ളേരുടെ കാര്യത്തിൽ വെച്ച് താമസിപ്പിക്കുമെന്ന്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇങ്ങനെയായിരിക്കും എൻ്റെ അമ്മ പ്രതികരിക്കാന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. അതെ, എന്നാലും നിങ്ങൾ ഇത്ര പെട്ടെന്ന് നന്നായി. കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ചെറിയൊരു തലകറക്കം മാത്രമല്ലേ ഉള്ളൂ. ഇല്ല അല്ലേ? അങ്ങനെ നീ എൻ്റെ തട്ടകത്തിൽ തന്നെ നീ വന്നു. ഇനി എൻ്റെ ചൊൽപ്പടിക്ക് നീ നിന്നില്ലെങ്കിൽ എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിലേക്ക് നീ അങ്ങ് പൊയ്ക്കും. ദൈവമേ, ഇവള് പറഞ്ഞ പോലെ ഇത്തവണ സൈക്കോ ആയിരുന്നു. വാ വാ എൻ്റെ മോള് വാ. അമ്മ നോക്കാം. വാ, ഞാൻ വന്നു. ഇതെന്നാ ഇവിടെ നിൽക്കുന്നു? പോവാണോ അങ്ങ്? ആ മോനിപ്പോ എവിടെ വർക്ക് ചെയ്യുന്നേ? ഇനി നിനക്ക് ട്രിപ്പ് വരുന്നുണ്ടേ. അതിനെ വല്ല ഹണിമൂണാണോ ചോദിക്കേണ്ടതാ. അതെ, ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് വരുന്നുണ്ട്. ട്രിപ്പ് നന്നായി വരുന്നത്. എന്തിനാ ചിരി? Is